വൈശാഖ് സംവിധാനം ചെയ്ത ഖലീഫ. പൃഥ്വിരാജാണ് ഇതിനകത്ത് നായകൻ. പൃഥ്വിരാജിനെ നമുക്കറിയാം. പൃഥ്വിരാജിന് എന്ത് കാര്യം ചെയ്താലും പൃഥ്വിരാജിന് അങ്ങും ഇങ്ങും ഒക്കെ എല്ലാം തടസ്സങ്ങളും അതുപോലെ ഡീഗ്രേഡിങ്ങും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു നടനാണ്. അതിൻ്റെ കൂടെ മോഹൻലാലും കൂടെ എത്തി കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഗ്രേഡിങ്ങും പൃഥ്വിരാജിൻ്റെ ഡീഗ്രേഡിങ്ങും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് ഖലീഫ ചെന്ന് നിൽക്കുന്നത്. ചിത്രം ഈ പറഞ്ഞ് അത്രമേൽ കൊള്ളില്ല എന്ന് പറഞ്ഞതുപോലെ ഒന്നുള്ള ചിത്രമല്ല അത്. കാരണം സാമാന്യം ഭേദപ്പെട്ടൊരു ചിത്രമാണ്, കണ്ടിരിക്കാൻ പറ്റിയ ചിത്രമാണ്, തിയേറ്ററിൽ നിർബന്ധമായും പോയി കാണേണ്ട ഒരു ചിത്രമാണ്. അത് നമ്മൾ OTT വരുന്നതും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാമാന്യം നല്ല ഭേദപ്പെട്ട കഥയും കാമിയവും കൊണ്ട് മലയാള സിനിമയിലെ ഒരു നല്ല ചിത്രത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ്. അത്ര വലിയ ചിത്രമല്ല, എന്നാലും ഒരു ആവറേജ് ചിത്രം എന്ന ഗണത്തിൽപ്പെടുത്താം. പക്ഷേ ഡീഗ്രേഡിങ് വരുമ്പോൾ മലയാളത്തിന് ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ചിത്രം ഇറങ്ങിയിട്ടേ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മോഹൻലാലിൻ്റെ റോളിനെ പറ്റിയും ടോവിനോയുടെ റോളിനെ പറ്റിയും പൃഥ്വിരാജിൻ്റെ റോളിനെ പറ്റിയൊക്കെ ഇങ്ങനെ നിരന്തരമായ റോൾ വീഡിയോകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എവിടെ നിന്നാണെന്ന് നമുക്കറിയില്ല. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചിലവരുണ്ട്, അതുതന്നെയാണ് അവസ്ഥ. അപ്പം ഖലീഫയെ പറ്റി നമ്മൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ട്രോളുകളും ഒക്കെ ആയിട്ട് ഖലീഫ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഖലീഫയുടെ കളക്ഷന് വലിയ ഇടിവിൽ നേരിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇടിവുണ്ട്, എന്നാലും പറയത്തക്ക പിടിച്ചു നിൽക്കാൻ ഈ ചിത്രത്തിന് പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 ദിവസത്തെ വേലൂർ കളക്ഷൻ ഫാക്നിക്ക് പുറത്തു വിടുന്നു. അത് ചിലപ്പം ഇച്ചിരി കുറവാകാം, ചിലപ്പം അല്പസമയത്തിന് ശേഷമാകാം. കൃത്യമായിട്ടുള്ള പ്രാഥമിക കണക്കും പ്രകാരം 25,50,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് ഖലീഫ എന്ന ചിത്രം നേടിയത്. 11,25,00,000 ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത്. ഓവർഫിഷ് കളക്ഷൻ 14,25,00,000. അങ്ങനെയാണ് 25,50,00,000. അത് ഒരു പക്ഷേ 26 കോടി ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ തന്നെ നമ്മൾ 19,90,00,000 കണക്കായിരുന്നു, പ്രാഥമിക കണക്കായിരുന്നു പുറത്ത് വിട്ടത്. പക്ഷെ അല്പം കഴിഞ്ഞ് പല ട്രാക്കർമാരും പറഞ്ഞ് 20,50,00,000 എത്തി എന്നുള്ള കണക്ക് പറഞ്ഞായിരുന്നു. അതിനുശേഷം ഔദ്യോഗിക കണക്ക് വന്നത് 22,50,00,000 എന്നാണ്. നമ്മൾ 22,50,00,000 ഒന്നും എടുക്കുന്നില്ല, 20 കോടിയേ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ തള്ളി ഇതിൻ്റെ കളക്ഷൻ കയറ്റിയെന്ന് പറയണ്ട. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ 20 കോടി തന്നെ എടുക്കാം. അങ്ങനെ കണക്കാക്കിയാലും ഇന്നലെയും ഈ ചിത്രം സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ നേടി. അങ്ങനെ 6 കോടിക്ക് മുകളിൽ ഇന്നലെ നേടിയിട്ടുണ്ട് എന്നാണ് കണക്ക്. അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ 25,50,00,000 ഫാക്നിക്കിൻ്റെ കണക്കാണ്. അത് നമ്മളെടുത്താലും മികച്ചൊരു കളക്ഷൻ തന്നെ. 3 ദിവസം കൊണ്ട് 25,50,00,000 നേടുക എന്ന് പറയുന്നത് ഒരു ഇത്രയും ഡീഗ്രേഡിങ് നേടുന്ന ഒരു ചിത്രത്തെ സംബന്ധിച്ച് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്നുകൊണ്ട് അത് 30 കോടി കിടക്കും എന്ന് ഏകദേശം ഉറപ്പാക്ക്. അതുപോലെയാണ് തിരുവോണം, ഉത്രാടം, അവധി ദിവസങ്ങളിലെല്ലാം കൊണ്ട് 50 കോടി കടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് പിന്നെ അതിൻ്റെ ബഡ്ജറ്റിനെ പറ്റി പറയുന്നുണ്ട്. പലരും ഇത് 50 കോടി ബഡ്ജറ്റാണ്, 100 കോടി ബഡ്ജറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത കാലത്ത് ടെക്നിക്കൽ പെർഫെക്ഷനും ഒക്കെ ആയിട്ട് ഇറങ്ങിയ ചിത്രമാണ് ലോകയുടെ ബഡ്ജറ്റ് അവർ പറയുന്നത് 30 കോടിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇതും ഏകദേശം 25-30 കോടി കൂടുതലൊന്നും ബഡ്ജറ്റ് വരില്ല എന്ന് തന്നെ തോന്നുന്നു. ഏതായാലും അതിൻ്റെ നിർമ്മാതാക്കളാണ് ഇതിൻ്റെ പുറത്ത് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു 50 കോടി 60 കോടി ആയിക്കഴിഞ്ഞാൽ ഈ ചിത്രം ഒരു വിജയമായി മാറും. ഏതായാലും കാത്തിരുന്ന് കാണാം, സമാധാനപ്പെടും. ഒരു ചിത്രം പറഞ്ഞു പൊട്ടിക്കുന്നതിനേക്കാൾ നല്ലത് അത് വിജയിച്ച് കാണാനല്ലേ മലയാളികൾ ആഗ്രഹിക്കേണ്ടത്. ഇപ്പം പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ ഇറങ്ങിക്കഴിയുമ്പം നമ്മൾ ഈ റിവ്യൂവർമാരൊക്കെ പറയും എന്താ സംഭവം, ഇങ്ങനെ ഒരു ചിത്രം മലയാളത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ എന്ന് പറയും. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ പറയും ഇതൊന്നും മലയാളികൾക്ക് ചേർന്നതല്ല എന്നും പറയും. ഇതാണ് നമ്മൾ 2 വഞ്ചിയിൽ കാല് ചവിട്ടി നിൽക്കുക എന്നുള്ളൊരു തന്ത്രം. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഏതായാലും കേരള കളക്ഷൻ ഇന്നലെ ഇടിവ് നേരിട്ടിട്ടുണ്ട്. 1,90,00,000 2 കോടി കടക്കാൻ പറ്റിയില്ല. അങ്ങനെ കേരളത്തിൽ നിന്ന് ഏകദേശം 10-10.5 കോടി റേഞ്ചിലേക്ക് കേരള കളക്ഷൻ മാത്രമായി ഉയർന്നിട്ടുണ്ട്. ഏകദേശം 3 ദിവസമേ ആയുള്ളൂ. വരും ദിവസങ്ങളിലും
ഇത് 5 കോടി റേഞ്ചിൽ തന്നെ കളക്ഷൻ നേടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ 50 കോടി വളരെ വേഗം എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അപ്പം പൃഥ്വിരാജിനോടോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, ഒരു നടന്മാരോടും നമുക്ക് പ്രത്യേകിച്ച് ദേഷ്യമില്ല. കളക്ഷൻ കൃത്യമായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.